6 lakhs റേഞ്ചിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പ്ലാറ്റ്ഫോം വന്നിട്ട് വി ബോർഡാണ്, ഉള്ളിക്കൂടെയാണ്. ബാത്റൂം ഉൾപ്പെടെ ചെയ്തിരിക്കുന്നതും ഇതിൽ വെയിറ്റിൻ്റെ ഒരു സംഗതി പറയാമോ? കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻ ഉപയോഗിച്ചിരിക്കുന്നത് വി ബോർഡ് സീലിംഗ് ആണ് ഉപയോഗിച്ചത്. വി ബോർഡ് കറക്റ്റ്. നമസ്കാരം. 7 മാസം മുൻപ് നമ്മൾ ചെയ്തൊരു വീഡിയോ ആയിരുന്നു വി ബോർഡിനെ കുറിച്ച്. വി ബോർഡ് മാത്രമല്ല, വി പാനൽ, വി പ്ലാങ്ക്സ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് ഇതിന് ഫോളോ അപ്പ് വീഡിയോ വരും എന്നതിനെക്കുറിച്ച്. അതുകൊണ്ട് ഇന്ന് നിൽക്കുന്നത് വി ബോർഡ് കൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു വീട് കാണിക്കാനായിട്ട്. സ്റ്റാഫുൽ രാജിൻ്റെതാണ് ഈ വീട്. കായംകുളം അടുത്താണ്, അതായത് കൊല്ലം ജില്ലയാണ്. ഇത് ചെയ്തിരിക്കുന്നത് കോൺസെപ്റ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഫേമാണ്. അവർ ബിൽഡിംഗ് സൊല്യൂഷൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നൊരു ഫേമാണ്. അപ്പോൾ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അഖിലാണ്. അഖിൽ നമ്മുടെ വി ബോർഡിൻ്റെ സ്റ്റാഫാണ്. അഖിൽ നമസ്കാരം. നമസ്കാരം. ഇതെന്തായാലും നമുക്ക് ഇതിൻ്റെ അപ്സ്റ്റെയർ അല്ലേ? അതെ അതെ അതെ, ഇതിൻ്റെ ഒരു റൂഫ് ടോപ്പ് ആപ്ലിക്കേഷൻ ആണ്. അതെ, നമ്മുടെ വീഡിയോ കണ്ടിട്ട് തന്നെ വിളിച്ചൊരു നമ്മുടെ കസ്റ്റമറാണ് അല്ലേ? കസ്റ്റമർ തന്നെയാണ്. അതെ അതെ. ഇവരുടെ സ്റ്റെയർ കേസ് തൊട്ട് നമ്മൾ ഇതല്ലേ ചെയ്തത്? അതെ, സ്റ്റെയർ കേസ് തൊട്ട് വി ബോർഡിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടുന്ന് തുടങ്ങാം അല്ലേ? തുടങ്ങാം. അതെ അതെ അതെ. ഈ ഒരു ഇവിടെ എവിടെയൊക്കെയാണ് നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോം, സ്റ്റെയറിൻ്റെ പ്ലാറ്റ്ഫോം വന്നിട്ട് വി ബോർഡാണ്. ഓക്കെ, മുകളിൽ ടൈല്, താഴെ വി ബോർഡ്. വി ബോർഡ് ടൈല് ക്ലാഡ് ചെയ്തിരിക്കുന്നത് വി ബോർഡിലോട്ടാണ് ക്ലാഡ് ചെയ്തിരിക്കുന്നത്. വി ബോർഡ് ക്ലാഡ് ചെയ്തിരിക്കുന്നത് GP. ഓക്കെ. അത് എത്ര തിക്നെസ് വരുന്നതാണ് വി ബോർഡ്? 18 mm വി ബോർഡാണ് വന്നിരിക്കുന്നത്. ഈ സൈഡും അതുപോലെ തന്നെ? അതെ, അതും വി ബോർഡിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. അതായത് ആ ഒരു ഏരിയ ഫുള്ളായിട്ട് മറച്ചിരിക്കും അല്ലേ? കവർ ചെയ്തെടുത്തേക്കുമാണ്. സ്ട്രെങ്തിൻ്റെ പ്രശ്നമൊന്നും ഇല്ല. ഇതിപ്പോൾ നമുക്ക് മുകളിലോട്ട് കയറാം. ഇത് നല്ല ഇതിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 18 mm ഇരിക്കണല്ലേ? യെസ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറാം. ഇവിടുന്ന് മുകളിലേക്ക് നമ്മുടെ അപ്സ്റ്റെയർ ആണ് ഇവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇതിപ്പം നമ്മൾ അപ്സ്റ്റെയറിലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം അവർ നേരത്തെ ഉണ്ടായിരുന്നതിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പഴയ സൊഡിബിൾസ്. നേരത്തെ ഇതൊരു റൂഫായിരുന്നു, ഓപ്പൺ ടെറസ് ആയിരുന്നു. ഇതവർ കൃത്യമായിട്ട് 2x2 ടൈലിട്ട്. അതെ അതെ, പഴയ സൊഡിബിൾ സോൾട്ട് ടൈലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. ഇനി ഈ ഹാള് ചെയ്തിരിക്കുന്ന ഏതിലാണ്? ഇത് വി പാനലിനകത്താണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്തിരിക്കുന്നത് വി പാനൽ എന്ന് പറഞ്ഞാൽ നമ്മളെന്ന് പറഞ്ഞാൽ വി ഇൻഫിൽ എന്ന് പറഞ്ഞ സാധനമല്ലേ? വി ഇൻഫില്ല് തന്നെ ഒരു നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് വരുന്ന പാനൽ ബ്ലോക്കുകൾ, ഇന്റർലോക്ക് ചെയ്തുള്ള ബ്ലോക്കുകൾ നമ്മൾ പരിചയപ്പെടുത്തിയ. അതെ അതെ, 2 അടി വീതി വരുന്ന പാനലുകൾ. അതെ. അത് എത്ര സൈസിൽ വരുന്ന? ഈ സൈസ് കിട്ടുമോ? നമുക്ക് 8 feet, 9 feet, 10 feet. കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2.4 meter, 2.7 meter, 3 meter. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അതെ അതെ അതെ. നമ്മൾ കട്ട് ചെയ്യുന്നതെല്ലാം മാർബിൾ കട്ടർ ഉപയോഗിച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്ത് നമ്മുടെ സൈസിന് വേണ്ടിയിട്ടുള്ള ആക്കാൻ സാധിക്കും. അതായത് എനിക്ക് തോന്നുന്നത് ഈ ഭിത്തി ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഇതിലാണ്. അതെ 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 അതെ. നിങ്ങളെ കാണുന്ന ഈ ഭിത്തി, അതായത് ഈ ഒരു 360 ഡിഗ്രി ഫുള്ള് ചെയ്തിരിക്കുന്ന ഇതിൽ തന്നെയാണ്. അതെ 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 അതെ. സീലിംഗ് എങ്ങനെയാണ് വന്നിരിക്കണേ? സീലിംഗ് വന്നിട്ട് നമുക്ക് ആദ്യത്തെ ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിലിട്ടേക്കുന്ന മെറ്റൽ ഷീറ്റാണ്. അപ്പോൾ നമുക്ക് മാക്സിമം ഹൈറ്റും അനുസരിച്ച് ചൂട് ഇച്ചിരി കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഗിപ്സം സീലിങ്ങിൻ്റെ 1 side ഫോയിൽ ബാക്ക് വരുന്ന ഗിപ്സം സീലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം നമുക്കിവിടെ 2 ബെഡ്റൂമാണ് ഇവർ എടുത്തിരിക്കുന്നത്. നമുക്ക് ഒരു ബെഡ്റൂമിലേക്ക് കയറാം. ഇതിൻ്റെ ഭിത്തിയുടെ തിക്നെസ് എത്രയാണ് വരുന്നത്? ഭിത്തിയുടെ തിക്നെസ് 50 mm, 2 ഇഞ്ചാണ്. നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു. അതെ. അപ്പം നമുക്ക് ഒരു റൂം ചെയ്യുമ്പോഴത്തേക്ക് ഈ 8 ഇഞ്ചിൻ്റെ ബ്രിക്കിന് പകരം നമ്മൾ 2 ഇഞ്ചിലേക്ക് ചുരുങ്ങുമ്പോഴത്തേക്ക് നമുക്കൊരു അടിയോളം നമുക്ക് മൊത്തത്തിൽ ലാഭിക്കാം. അപ്പം നമുക്കൊരു 20 square feet ഈ റൂമിൻ്റെ വലിപ്പം കൂടുതലായിട്ട് കിട്ടും. അത് നല്ല വലിപ്പത്തിലുള്ള റൂം തന്നെയാണ് കിട്ടും. അതെ അതെ. അതായത് ഏതാണ്ട് 16-14 സൈസ് അത്രയും അറ്റാച്ച്ഡ് ബാത്റൂം. അതെ അതെ. 16 വീതിയുള്ള സ്ഥലത്ത് നമുക്ക് 1/2 അടി വെച്ച് നമുക്ക് ലാഭം കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് 8 square feet ആ സൈഡിൽ കിട്ടും. അതെ. ഇവിടെ വന്നിട്ട് നമുക്ക് 7 square feet. അപ്പോൾ 4 ചുറ്റിന് പോകുമ്പോഴത്തേക്ക് നമുക്ക് 20-30 square feet നമുക്ക് ഒരു റൂമിൽ അധികമായിട്ട് കിട്ടും. അപ്പം നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിൽ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇത് മൊത്തം പണിയുമ്പോൾ നമുക്കൊരു 150-200 square feet അതിനകത്ത് നമുക്ക് ലാഭം 150 square feet നമുക്ക് ലാഭിക്കാൻ പറ്റും. യെസ്. അപ്പോൾ ഇതിലെല്ലാം വയറിങ് പോയിരിക്കുന്നത് ഉള്ളിൽ കൂടെയാണ്. ഇതിൻ്റെ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയ 1 ഇഞ്ചുള്ള ബോക്സുകളുണ്ട്. റെഡി 1 ഇഞ്ച് ബോക്സുകൾ കിട്ടും, അല്ല 1.5 ഇഞ്ച് ബോക്സുകൾ കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇതിനിപ്പോൾ ഇതിൻ്റെ ബാത്റൂം ഉൾപ്പെടെ ചെയ്തിരിക്കുന്നതും ഇതിൽ തന്നെയല്ലേ?
അതെ 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 ബാത്റൂം വി പാനലിനകത്താണ് ചെയ്തിരിക്കുന്നത്. ടൈൽ ഗം ഉപയോഗിച്ച് നമ്മൾ ടൈല് ക്ലാഡ് ചെയ്തേക്കുന്നത്, എപ്പോക്സി എല്ലാം അത് ഉപയോഗിച്ചും ചെയ്തിരിക്കുന്നു. ഓക്കെ, ഒരു മിനിമം കോസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ എൻ്റെ വീട്ടിൽ ഒരു റൂം ഇതിട്ടായിരിക്കും, ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞു. അതെ അതെ അതെ, ഒരു ഫുള്ള് ഒരു റൂം, അതും വിത്ത് ബാത്റൂമാണ് ചെയ്തേക്കുന്നത്. ബാത്റൂമാണ് ഒത്തിരി പേര് നമ്മളെ അജയ് ചേട്ടൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം, ബാത്റൂം ഞങ്ങൾ ഇതിൽ കെട്ടാൻ പറ്റുമോ അങ്ങനെ ചോദിക്കാം. അതായത് ടൈല് പിടിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷൻ അതാണ് ബേസിക് ആയിട്ടുള്ള അറിയേണ്ട കാര്യം. കമ്പനി വരെ സജസ്റ്റ് ചെയ്യുന്ന ടൈൽ അഡസീവാ, അത് തന്നെ യൂസ് ചെയ്യാന്നുള്ളതല്ലേ നമ്മൾ പറയാം. അന്ന് ചോദിച്ചാൽ ടൈൽ ഗമ്മിൽ തന്നെ സ്പെഷ്യൽ അഡീസീവ് ഉണ്ട്. പ്ലൈവുഡിലും സിമെന്റ് ബോർഡിലുള്ള സ്പെഷ്യൽ അഡീസീവ് വരെ ഇപ്പോൾ കമ്പനികൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. സ്പെഷ്യൽ അഡീസീവ് അന്ന് എല്ലാവരും ചോദിച്ച ഒരു സംശയം വയറിംഗ് ആയിരുന്നു. വയറിംഗ് കൺസീൽഡായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി പ്രധാനമായിട്ടുള്ള ഒന്നാണ് ഇവിടെ അതിനുള്ള ഉത്തരവുണ്ട്. അതായത് വാതിൽ ചെയ്യാൻ നേരത്ത് ഇത് ഇപ്പം നമ്മളതിനെക്കുറിച്ച് വാതിലിൻ്റെ കട്ടളയെ കുറിച്ച് പറഞ്ഞു. ഇത് തടി വാതിലല്ലേ ചെയ്തിരിക്കുന്നത്? അത് തടിയാണ് ചെയ്തിട്ടുള്ളത്. അതായത് ടീക്കാന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെ അതെ, അതും ഇതിനുള്ളിൽ ചെയ്യാൻ സാധിക്കും. വേറെ നമുക്കിപ്പം ഇത് വന്നിട്ട് ഒരു 2.25 ഇഞ്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്പേസ് തള്ളി നിൽക്കുന്നുണ്ട്. അപ്പം ആ സ്പേസ് നമുക്ക് വേണമെങ്കിൽ അലൂമിനിയം ബീഡിങ് എന്തെങ്കിലും കൊടുത്തിട്ട് ബോർഡറായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, ഇത് സാധാരണ നമ്മുടെ ഫ്ലഷ് ഡോറാണ്, റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ടാമത്തെ റൂമാണ് ഇവിടെ വരുന്നത്. അതെ, ഈ റൂമും അത്യാവശ്യം വലിയ റൂം തന്നെയാണ്. എനിക്ക് തോന്നുന്നത് ഇതും ചെയ്തിരിക്കുന്നത് നമ്മുടെ വി പാനലിൽ തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ്. അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടോ? അറ്റാച്ച്ഡ് ബാത്റൂം, 2 റൂമിലും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. സീലിംഗ് എങ്ങനെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? സീലിംഗ് ഇവിടെ നമ്മൾ ബൾക്ക് ഹെഡ് ഗിപ്സം ബോർഡ് തന്നെയാണ് അവിടെ ചെയ്ത അതേ സീലിംഗ് മെത്തേഡ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാരണം ഹാളിനെക്കാട്ടിലും കുറച്ചുകൂടെ ഹൈറ്റ് കൂടുതൽ ഇവിടെ നമുക്ക് സീലിങ്ങിൽ കിട്ടും. കാരണം നമ്മൾ ഈ താഴത്തെ ബിൽഡിങ്ങിൻ്റെ അതേ എലിവേഷൻ തന്നെ മേലോട്ട് വരാനായിട്ട് നമ്മൾ 2 സൈഡിൽ എയർ റൂഫ് കൊടുത്തിട്ട് നടുക്ക് ഒരു പ്ലെയിൻ റൂഫാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഹൈറ്റ് ഇവിടെ കൂടുതലുണ്ട്. ഇവിടെ ഹൈറ്റ് കൂടുതലുണ്ട്. വിൻഡോസ് എപ്പോഴും ഈ ഒരു പ്രോഡക്റ്റിൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ വി ബോർഡാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് അലൂമിനിയത്തിൻ്റെ വിൻഡോയാണ്. ഞാൻ അന്ന് കൺസേൺ ആയത് വെയിറ്റിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന തടി വിൻഡോയാണ്. ഇതിൽ വെയിറ്റിൻ്റെ ഒരു സംഗതി പറയാമോ? അതെ, ഇപ്പോഴും നമ്മുടെ ചെയ്യാൻ നേരത്ത് ഇത് വി പാനലിൽ ചെയ്തേക്കുന്നതാണ്. വി ബോർഡിൽ ചെയ്യാൻ നേരത്ത് പല ആപ്ലിക്കേറ്റേഴ്സും നമ്മളെ വിളിച്ച് ഡൗട്ട് ചോദിക്കാറുണ്ട്, ഈ തടി വിൻഡോ എങ്ങനെ ചെയ്യും? കാരണം കസ്റ്റമർ തടി വിൻഡോ മതി എന്ന് പറയാറുമുണ്ട് എന്നിങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വർക്കുകൾ നഷ്ടപ്പെടുന്നു എന്ന് വിളിച്ച് എന്നോട് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട്. അപ്പം നമുക്ക് ഒന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടി തന്നെ നമുക്ക് വി ബോർഡ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഫ്രെയിം ഉണ്ടാക്കി കൊടുത്ത് ആ ഫ്രെയിമിലേക്ക് നമുക്ക് സെറ്റ് ചെയ്യാം. 2 സൈഡിലും വി ബോർഡ് ക്ലാഡ് ചെയ്ത് നമുക്ക് സെറ്റ് ചെയ്യാം. വി പാനിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് തന്നെ ഡയറക്റ്റ് റെസ്റ്റ് ചെയ്യാൻ പറ്റും. വെയിറ്റ് പ്രശ്നമില്ല. വെയിറ്റ് നമ്മൾ ഇത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു ബോൾട്ട് അടിച്ച് ഇവിടെ കയറ്റിയിട്ടുണ്ട്. അങ്ങനെ ബോൾട്ട് അടിച്ച് നമ്മൾ ഓരോ സൈഡിലും കയറ്റിയിട്ടുണ്ട്. വിൻഡോസ് ഒരുപാട് ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. അതെ, അതിൽ മെയിനായിട്ട് സ്റ്റീൽ വിൻഡോ, അലൂമിനിയം വിൻഡോ, UPVC വിൻഡോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് പേഴ്സണലി ചെയ്യാൻ ഇഷ്ടം യഥാർത്ഥത്തിൽ UPVC വിൻഡോ. ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. UPVC വിൻഡോ ആണെങ്കിൽ നമുക്ക് ഇത്രയും പോലും വെയിറ്റ് ഇല്ല. അതായത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതെ, ഇൻസ്റ്റലേഷൻ ഈസി ആയിരിക്കും. അതെ. ഓക്കെ, ഇനി പ്രധാന സംഗതി കോൺട്രാക്ഷൻ സബ്ട്രാക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും, അങ്ങനെ ഒരു സംഭവമേ ഇവിടെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് ഇപ്പോൾ സൊല്യൂഷൻ കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞത് ഈ പാനലിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, വി ബോർഡിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ പറയുന്നത് 2 റിജിഡ് മെറ്റീരിയൽ എന്ന് സ്വാമി സാറ് പറഞ്ഞതുപോലെ തന്നെ 2 റിജിഡ് മെറ്റീരിയൽ ഒന്നിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഉള്ളിൽ ഒരു ഈ പറഞ്ഞ സ്ക്വയർ ടോ കൂടെ വരുമ്പോഴത്തേക്ക് എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഓട്ടോമാറ്റിക്കലി വരും. അതെ. അപ്പം ഈ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ കാരണം വി ബോർഡിനൊന്നും സംഭവിക്കുന്നില്ല, പുറകിലത്തെ മെറ്റലിനും ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ പുട്ടിയിൽ വിള്ളൽ വീഴും. അത് തിരിച്ചു വരുന്നതോടുകൂടെ ആ വിള്ളൽ അടയുകയും ചെയ്യുന്നു. അപ്പോൾ ഇലാസ്റ്റോമറിക് ആയിട്ടുള്ള ജോയിനിങ് കോമ്പൗണ്ടുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ തടയുക എന്നുള്ള സ്റ്റേജ് രണ്ടാമത്തെ സ്റ്റേജ്. അതെ. അപ്പോൾ എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ ഇവിടെ തടഞ്ഞുകൊണ്ടാണ് ചെയ്തേക്കുന്നത്. അതാണ് ചോദിച്ചത്. നമ്മൾ ഇവിടെ ഇലാസ്റ്റോമറിക് അല്ല കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ തടഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് എവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണത്? ഇത് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാനലിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു കോമ്പൗണ്ട് ഫില്ല് ചെയ്തിട്ട് അടുത്ത ലെയർ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഡോക്ടർ ഫിക്സ് അല്ലെങ്കിൽ ഫെവിക്കോൾ മിക്സ് ചെയ്തുകൊണ്ട് കുട്ടിക്കകത്തോട്ട് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ ടേപ്പ് ഇട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. അങ്ങനെ ചെയ്തിരിക്കുന്നതുകൊണ്ട് എത്ര ഭംഗിയായിട്ടിരിക്കുന്നത് അല്ലേ? അതെ. ഓക്കെ, ഇനി ഇതിനകത്ത് എത്ര പുട്ടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്?
ഇവിടെ കൊടുത്തേക്കുന്ന സിംഗിൾ ലെയർ പുട്ടിയാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ ലെയർ പുട്ടിയിട്ട് പെയിന്റ് ചെയ്തിരിക്കും. അതെ സിംഗിൾ ലെയർ. അപ്പം ഡബിൾ ലെയർ പുട്ടി കൊടുക്കണം എന്ന് പറയുന്ന അപ്പം പുട്ടി ലെയർ നമ്മൾ കൂട്ടുന്നതനുസരിച്ച് ക്രാക്കിനുള്ള ചാൻസ്, കാരണം പുട്ടി തിക്നെസ് കൂടുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മളത് കൂടുതൽ ആൾക്കാരിൽ നിന്ന് പ്രിഫർ ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിന്റിൽ നമ്മൾ ജോയിനിങ് കോമ്പൗണ്ട് ജോയിനിങ് പുട്ടി, ജോയിന്റ് എല്ലാ സ്ഥലങ്ങളിലും നോർമൽ പുട്ടി 2 ലെയർ ഇട്ടാലും യാതൊരു കുഴപ്പമില്ല. ഇവിടെ സിംഗിൾ പുട്ടിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല, ഇവിടെ ഫുൾ ലെയർ സിംഗിൾ പുട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇനി ഒന്നാണ് നമുക്കിപ്പോൾ ഇനി ഇവിടെ ബാൽക്കണി ഉണ്ട്, ബാൽക്കണിയിലോട്ട് ഇറങ്ങാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ചോദിച്ചു പോവുകയാണ്, എന്തിന് ഇത് നമ്മൾ സജസ്റ്റ് ചെയ്യണം? ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് നമുക്ക് താഴത്തെ ബിൽഡിങ്ങിന് യാതൊരു കുഴപ്പവും ഉണ്ടാവത്തില്ല. അതെ വെയിറ്റ് കയറിയിട്ടൊരു പ്രശ്നം വരത്തില്ല. വെയിറ്റ് കയറിയിട്ടൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. പ്രധാനമായിട്ടും പറഞ്ഞാൽ 20 വർഷമൊക്കെ പഴകിയ ബിൽഡിംഗ് ആണെന്നുണ്ടെങ്കിൽ ഒരു കട്ട മേളിലോട്ട് പലർക്കും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. കാര്യം അതിൻ്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ളിടത്ത് ഇത് നല്ല സൊല്യൂഷൻ തന്നെയാണ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ കാർപ്പറ്റ് ഏരിയ. നമ്മൾ ചുറ്റളവ് നമുക്ക് ചിലപ്പോൾ 700 സ്ക്വയർ ഫീറ്റ് കിട്ടും, 700 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരിക്കും പുറമേ അളക്കുമ്പോഴത്തേക്ക്. പക്ഷെ ഉള്ളിൽ അത്രയും സ്പേസ് നമുക്ക് കിട്ടണമെന്നില്ല. ഇവിടെ എത്രയുണ്ടാകും? ഞാൻ ഇടയ്ക്ക് മറക്കാതെ ചോദിച്ചു പോകുന്നതാണ്, ഇവിടെ എന്തുമാത്രം ഉണ്ടാകും നമുക്ക് ഇവിടെ ഫ്ലോർ ഏരിയ? ഇവിടെ 700-750 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഏരിയ ഉണ്ട്. ഈ അടുത്ത ഇടങ്ങളിൽ നമുക്ക് ആൾക്കാർ ചോദിക്കാറുണ്ട്, എൻ്റെ വീട് ടൈലിട്ട വീടാണ്, അപ്പം ഞാൻ എന്ത് ചെയ്യണം, അപ്പോൾ എനിക്ക് വീടിൻ്റെ മേളിൽ നല്ല പണിയാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ ചോദിക്കുന്ന നമ്മൾ പറയുന്നത് ടൈലെടുത്ത് മാറ്റിയിട്ട് നമ്മൾ മെസനൈൻ ഫ്ലോറിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പഴയ നമ്മൾ കാലഘട്ടത്തിൽ തടി വെച്ച് ചെയ്യുന്ന പോലെ മെസനൈൻ ഫ്ലോർ ചെയ്യുക. ഈ മെസനൈൻ ഫ്ലോറിങ് നമുക്ക് താഴെ സീൽ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് മെസനൈൻ ഫ്ലോർ സാധാരണ ബിൽഡിംഗ് പോലെ തന്നെ ആക്കിയെടുക്കാം. ഈ മെസനൈൻ ഫ്ലോറിൻ്റെ മേളിലോട്ട് നമുക്ക് വി ബോർഡ് വെച്ച് വീണ്ടും വി ബോർഡും ചെയ്യാം, റൂഫിങ് ചെയ്യാം, എല്ലാം ഒരു നിലയും കൂടെ നമുക്ക് റൈസ് ചെയ്യാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അവർക്ക് താഴത്തെ വീട് അതേപോലെ തന്നെ ഉണ്ട്, ഓട് മാത്രം റീപ്ലേസ് ചെയ്യുന്നു, അവിടെ നമ്മൾ മെസനൈൻ ഫ്ലോർ ചെയ്യുന്നു, പിന്നെ ഒരു നിലയും കൂടെ പണിയുന്നു. ഇവിടെ ഈ ചെയ്തിരിക്കുന്നതൊക്കെ വി ബോർഡാണ് കേട്ടോ. തട്ടി കാണിക്കുന്നത് ഞാൻ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതതെ ഈ ഏരിയ ഫുള്ള്. ഇത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇത് എന്ത് അന്ന് പറഞ്ഞ ഇത് സിമെന്റ് ബോർഡിന് തന്നെ ടെസ്റ്റർ ചെയ്ത് വരുന്നിട്ടുള്ള ഫാക്ടറിയിൽ നിന്ന് ടെസ്റ്റർ ചെയ്ത് വരുന്ന വുഡ് ഡിസൈനുള്ള നമ്മളന്ന് കാണിച്ച ആ പ്ലാങ്ക് അല്ലേ? എനിക്ക് തോന്നി ഇതും ആ സൈഡിൽ ഫുള്ളി തന്നെ ചെയ്തു. അതെ അവിടെ ഫുള്ളി അവിടെ താഴെ അവർ ടെസ്റ്റർ പെയിന്റിങ് ഫിനിഷ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഒരു സിമെട്രി ഇവിടെ വരാനായിട്ട് നമ്മൾ ഇവിടെ പ്ലാങ്ക് ചെയ്തിരിക്കുന്നു. ഇനി ഇതിന്റെ സീലിംഗ് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെയുള്ള സീലിംഗ് ചെയ്തിരിക്കുന്നു. അതെ, ഇത് വന്നിട്ട് സ്റ്റീർ ഏരിയ ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് മോയ്സ്ചറിന്റെ ലെവൽ കൂടുതലായിരിക്കും, അകത്തേക്കാളും കൂടുതലായിരിക്കും. അതുകൊണ്ട് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വി ബോർഡ് സീലിംഗ് ആണ് ഉപയോഗിക്കുന്നത്. വി ബോർഡ് കറക്റ്റ്. ഈ സൈഡ് ഫുള്ള് വി ബോർഡല്ലേ പോയിരിക്കുന്നത്? അതെ, ഈ സൈഡ് ഫുള്ള് വി ബോർഡാണ് പോയിരിക്കുന്നത്. നമ്മൾ വി ബോർഡിന്റെ എക്സ്റ്റീരിയർ പറഞ്ഞ സമയത്ത് എൻ്റെ വീട്ടിൽ എക്സ്റ്റീരിയർ ആപ്ലിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടാണ്. 2, ഈ ഇടയ്ക്ക് ഞങ്ങളൊരു 10 ലക്ഷത്തിൻ്റെ വീട് പോയി എടുത്തിരുന്നു തൃശ്ശൂർ. കാർ പോർച്ച് വരെ ഇതിലാണ് ചെയ്തിരിക്കുന്നത്. ആ പ്ലാങ്ക് ഉൾപ്പെടെ അതിൻ്റെ മതില് എല്ലാം ഈ ഒരു പ്രൊഡക്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതിൽ പല ആൾക്കാർ അഭിപ്രായ വ്യത്യാസങ്ങളും പറയുന്നുണ്ട്. പക്ഷേ അതൊരു ടൈമിലി ആൾക്കാരിലോട്ട് അത് ക്ലിയർ ആയിട്ട് എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റീസെൻ്റായിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റും അല്ല ബാക്കിയുള്ള പരിസ്ഥിതി ആൾക്കാരും എല്ലാം ചോദിക്കുന്നത് നമ്മൾ പ്രകൃതി എങ്ങനെ ചൂഷണം ചെയ്യാം, എങ്ങനെ കെട്ടാമെന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ മൂന്നാർ അല്ലെങ്കിൽ നമുക്ക് ഹൈ റേഞ്ച് ഏരിയയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തറയൊന്നും ലെവലായിരിക്കത്തില്ല. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ തൂണ് റൈസ് ചെയ്തുകൊണ്ട് ഒരു മെസനൈൻ ഫ്ലോർ അടിച്ച് ഹട്ടുകളോ അല്ലെങ്കിൽ ബാക്കി ഒരു ഫ്ലോറോ റൈസ് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. ഇത് ഈ പ്രൊഡക്റ്റ് കൊണ്ട് യാതൊരു ദൂഷ്യവും പണിക്കാർക്കും ഉണ്ടാവുന്നില്ല, വീട്ടുകാർക്കുമില്ല, പണിക്കാർക്കുമില്ല. ഇതിനകത്ത് ഓരോന്നിനകത്തും നമ്മൾ ഗ്രീൻ പ്രോ സർട്ടിഫിക്കേഷനും ഓരോ ഷീറ്റിലും പഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് യാതൊരു ദൂഷ്യവും ഉണ്ടാവത്തില്ല. അന്ന് പലരും ചോദിച്ചൊരു ചോദ്യം ഞാൻ പറയട്ടെ. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പം നോക്കിയാൽ അറിയാം, ആസ്ബസ്റ്റോസിൻ്റെ കണ്ടന്റ് ഉള്ള പ്രൊഡക്റ്റ് അല്ലേ എന്നുള്ളത്. ആസ്ബസ്റ്റോസിൻ്റെ കണ്ടന്റ് പൂർണ്ണമായിട്ടും ഇല്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ ഓരോ ഷീറ്റിലും ഉണ്ട്, പഞ്ച് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നോൺ ആസ്ബസ്റ്റോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ ഷീറ്റിലും ലേബൽ ചെയ്യുന്നുണ്ട്. വൈശാഖ് ആസ്ബസ്റ്റോസ് ബോർഡ് ഉണ്ട്, അത് വേറെ പ്രൊഡക്റ്റ്. അതെ, അത് വേറെ പ്രൊഡക്റ്റാണ്. ഇത് നമ്മൾ വി ബോർഡ് എന്ന് പറയുന്ന കാറ്റഗറി വിശാഖ ബോർഡ് എന്നാണ് അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള പേര്. ഇപ്പം കൂടുതലും വി ബോർഡ് എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. വി പാനലിലും വി ബോർഡും തന്നെ ആൾക്കാർ പറയുന്നത്. രണ്ട് പ്രൊഡക്റ്റാണ്. ഇത് യാതൊരു ദൂഷ്യങ്ങളും നിലവിൽ ഉണ്ടാവാത്ത ഒരു പ്രൊഡക്റ്റാണ്. ഇവിടെ എല്ലാം കയറിയിട്ടുണ്ട്. വി ബോർഡ് കയറിയിട്ടുണ്ട്, വി പാനൽ കയറിയിട്ടുണ്ട്, വി പ്ലാങ്ക് കയറിയിട്ടുണ്ട്. ഈ വീട് ചെയ്ത അവരിവിടെ ഉണ്ട്. നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിലൊന്ന് പറഞ്ഞിരുന്നു, ഇത് എപ്പോഴും സർവീസ് കിട്ടേണ്ടത് സാധാരണ ഇനങ്ങൾക്കാണ്. അപ്പോൾ അവർക്കൊരു പക്ഷേ ഇവരെ കൊണ്ട് പ്രയോജനപ്പെട്ടേക്കും. നമസ്കാരം. അപ്പോൾ കോൺസെപ്റ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ നിങ്ങളാണ് ഈ ഒരു ഫുൾ വർക്ക് ചെയ്തിരിക്കുന്നത്.
ഇപ്പോൾ വി ബോർഡിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അന്ന് ആ വീഡിയോ ചെയ്ത സമയത്ത് പല ആൾക്കാർ ചോദിച്ച കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ആ ഡൗട്ട്സ് നമ്മൾ ക്ലിയർ ചെയ്യാനായിട്ട് 7 മാസം സമയമെടുത്തു എന്നുള്ളതാണ്. ഇതിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സാധാരണ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ബെനിഫിറ്റ് എന്താണ്? എപ്പോഴും നോക്കുന്നത് തന്നെയാണല്ലോ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ വെയിറ്റിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അല്ലാതെ നമുക്ക് ഫിനാൻഷ്യലായിട്ട് എത്രമാത്രം ഒരു ബെനിഫിഷ്യലാണിത്? നമുക്ക് കോസ്റ്റ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 രീതിയുണ്ട്. നമ്മൾ 2 രീതിയിലാണ് വി ബോർഡ് കൺസ്ട്രക്ഷൻ വരുന്നത്. ഒന്ന് റൂഫ് ടോപ്പ് ആപ്ലിക്കേഷൻ, അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്, ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. രണ്ടാമത് ഫുൾ കൺസ്ട്രക്ഷൻ. റൂഫ് ടോപ്പ് ആപ്ലിക്കേഷൻ വരുമ്പോഴത്തേക്കും അതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 35% ആണ് വ്യത്യാസം വരുന്നത്. നോർമൽ കൺസ്ട്രക്ഷനിൽ നിന്ന് കുറയും. ഇപ്പം അതിനകത്ത് ഇപ്പോൾ എക്സാമ്പിൾ എടുത്ത് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ട്രിവാൻഡ്രത്ത് ഞങ്ങളൊരു പ്രൊജക്റ്റ് ചെയ്തത് 14 lakhs നോർമൽ കൺവെൻഷണൽ കൺസ്ട്രക്ഷൻ്റെ കൊട്ടേഷൻ മേടിച്ചു വെച്ചതിന് ശേഷമാണ് അവർ നമ്മളെ സമീപിക്കുന്നത്. നമ്മുടെ വർക്ക് ഏകദേശം 7.8 lakhs അവിടെ ഫിനിഷ് ചെയ്ത് കൊടുത്തു. അവിടെ ഏകദേശം 50% ബെനിഫിറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാ സൈറ്റിലും അത്രയും ബെനിഫിറ്റ് ഉണ്ടാവണമെന്നില്ല കസ്റ്റമറിന്. പക്ഷേ നമ്മൾ മിനിമം ഗ്യാരണ്ടി ചെയ്യുന്നത് 35% ആണ് വരുന്നത്. 35% കൺഫേംഡ് ആയിട്ടൊരു വ്യത്യാസം വരും. ഇതിപ്പോൾ നമ്മൾ അപ്സ്റ്റെയറാണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇനി ഫുൾ ഒരു കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞല്ലോ, അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? ഉണ്ട്, ചെയ്തു. അതാണ് ഈ പറഞ്ഞ 40 lakhs പറഞ്ഞ കൊട്ടേഷൻ എടുത്തു എന്ന് പറഞ്ഞാൽ അതും അപ്സ്റ്റെയർ തന്നെയാണ്. ഫുൾ കൺസ്ട്രക്ഷൻ ഞങ്ങൾ ചെയ്യുന്നത് മംഗലാപുരത്ത് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്, ഓൺ ഗോയിങ് പ്രോജക്റ്റ് ആണ്. അത് നിയർലി 1700 square feet ഒരു ഫുൾ പ്രോജക്റ്റ് ആണ്. 21 lakhs അതിന്റെ ഇന്റീരിയർ ഉൾപ്പെടെ ചെയ്തു കൊടുക്കുന്നത്. അതായത് അത് 2 നിലയാണ്. എത്ര സ്ക്വയർ ഫീറ്റ് വരുന്നതാണ്? 2 നിലയും കൂടെ ചേർത്തിട്ട് ഫ്ലോർ ഏരിയ 1715 square feet ടു ബി അപ്രോക്സിമേറ്റ്. 21 ലക്ഷം രൂപയ്ക്ക് തീർക്കാൻ പറ്റി. 21.45 lakhs ഇന്റീരിയർ ഉൾപ്പെടെ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിങ് തുടങ്ങുമ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും സ്ട്രോങ് ആണ്. മേളിലൊരു നില വരുമ്പം സ്ട്രോങ് ആണോ അങ്ങനത്തെ ഡൗട്ടാണ്. അപ്പോൾ താഴെ നിന്ന് നമുക്ക് നല്ല ഹെവി സെക്ഷൻ സ്റ്റീല് പില്ലേഴ്സ് ആയിട്ട് കൊടുക്കണം. വി ബോർഡിന്റെ ഇന്റീരിയർ ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഫുൾ വീടും ഇവരുടെ വരുന്നുണ്ട്, കൂടാതെ ഇന്റീരിയർ നമ്മൾ എടുക്കത്തില്ലേ? ചെയ്യുന്നുണ്ട്. കാര്യം അതും നമ്മുടെ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വി ബോർഡിന്റെ ഇന്റീരിയർ ഞങ്ങൾ ഏകദേശം 12ഓളം പ്രൊജക്റ്റുകൾ ഇതുവരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതും റേറ്റിൽ നല്ല വ്യത്യാസം വരും. നല്ല വ്യത്യാസമുണ്ട്. നിങ്ങളുടെ സർവീസ് ആൻഡ് നെറ്റ്വർക്ക് ഇപ്പോൾ കാണുന്ന ആൾക്കാർ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കാര്യം കൊല്ലം ജില്ലയാണെങ്കിലും തെക്കോട്ട് വടക്കുന്ന് വരെ നമുക്ക് ആൾക്കാർ ഒരു പക്ഷേ സമീപിച്ചേക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ സർവീസ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നിലവിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ സൗത്തോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നാഗർകോവിൽ, മാർത്താണ്ഡം, തിരുവനന്തപുരം, കൊല്ലം, കൊട്ടിയം, കായംകുളം, പത്തനംതിട്ട, അടൂർ, തൃശ്ശൂർ, അന്തിക്കാട്, അവിട്ടത്തൂർ, ബാംഗ്ലൂർ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തെക്കുന്ന് വടക്കുവരെയായി. വളരെ സന്തോഷം. ഒരു അപ്സ്റ്റെയർ ഒക്കെ ചെയ്യുവാണെങ്കിൽ എത്ര ദിവസം എടുക്കും? നമുക്കൊരു 45 days ആണ്, 45 to 50 days ആണ് ഓവറോൾ ടൈം നിൽക്കുന്നത്. 2 മാസത്തിനുള്ളിൽ തീരും. 2 മാസത്തിനുള്ളിൽ കൺഫേംഡ് ആയിട്ട് തീരും. പിന്നെ 2 floor ആണെന്നുണ്ടെങ്കിൽ 75 to 90 days ഒരു 2 floor ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഫിനിഷ് ചെയ്ത് തരാം. ഒരു കിച്ചൺ, ഒരു ഇന്റീരിയർ ആണെങ്കിലോ? ഇന്റീരിയർ മാത്രം. ഇന്റീരിയറിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ക് ഒരു സെയിം സാധാ മെത്തേഡുമായിട്ടുള്ള സെയിം ഒരേ സമയം തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്തും നമ്മൾ ഇന്റീരിയറിന്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കിച്ചൺ, ഒരു 4 കബോർഡ്, ഏകദേശം ഒരു 5 to 6 lakhs റേഞ്ചിൽ നമുക്ക് ഫിനിഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇത് തീർത്തിരിക്കുന്ന എത്ര രൂപയ്ക്കാണ് ഈ ഒരു വർക്ക്? ഈ വർക്ക് ഏകദേശം 7.8 lakhs തീർത്തേക്കുന്നത്. അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുന്നൂടെ പറഞ്ഞിരിക്കും. ഇല്ലില്ല, ഇതിനകത്ത് കംപ്ലീറ്റ്, അതായത് ഈ ഫസ്റ്റ് ഫ്ലോറിലോട്ട് വരുന്ന കംപ്ലീറ്റ് സാധനങ്ങൾ, അതായത് സ്റ്റെയർകേസ് തൊട്ട് തുടങ്ങി ഫ്ലോറിങ്, പാർട്ടീഷൻസ്, സീലിംഗ്, റൂഫിങ്, ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ബാത്റൂം ഫിറ്റിംഗ്സ്, 2 ബാത്റൂമിന്റെ കംപ്ലീറ്റ് ഫിറ്റിംഗ്സ്, പെയിന്റിങ്, ഫിനിഷിങ്, എക്സ്റ്റീരിയർ വരുവാണെങ്കിൽ ഹാൻഡ് റെയിൽ, എക്സ്റ്റീരിയർ ക്ലാഡിങ് എന്ന് വേണ്ട സകല സാധനങ്ങളും ഉൾപ്പെടെയാണ് 7 ലക്ഷം രൂപയായിരിക്കുന്നത്. അതുകൊണ്ട് ആൾക്കാർ കേൾക്കുമ്പോഴത്തേക്ക് എടാ ഇത്രയും ചെയ്തിട്ട് വീണ്ടും 7 ലക്ഷം ആയോ എന്നുള്ളൊരു ഡൗട്ട് വരും. അതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യും. അതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഇപ്പം നമ്മുടെ വിശാഖ ബോർഡിൻ്റെ വി ബോർഡിൻ്റെ സ്റ്റാഫാണ് അഖിൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് നമ്മുടെ വീഡിയോയുടെ മുന്നിലില്ലായിരുന്നു, അതേസമയം പുറകിലുണ്ടായിരുന്ന ആളാണ്. നിങ്ങളുടെ കോൺസെപ്റ്റ് ബിൽഡിംഗ് സൊല്യൂഷൻ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കൂടാതെ ഇവരുടെ ഡീറ്റെയിൽസും ഡയറക്റ്റും വേണേൽ വിളിക്കാം, അല്ലാതെ ഇവരുടെ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് വിളിക്കാം. ഏതുതരം, അതായത് ഇതിനകത്ത് അഡ്വൈസുകൾക്കായിട്ടും ചോദിക്കുക, കൂടാതെ വർക്ക് ചെയ്യാനായിട്ടും ധൈര്യമായിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നേ താങ്ക് യു സോ മച്ച്. ഇത് 2ാമത്തെ വീഡിയോ ആണ്. വി ബോർഡ്, വി പാനൽ, വി പ്ലാങ്ക് ആ സെഷനിൽ. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഫോളോ അപ്പ് വീഡിയോ വരും എന്നതിനെക്കുറിച്ച്. ഇനിയും ഫോളോ അപ്പ് വീഡിയോകൾ വരാനുണ്ടെന്ന് എനിക്കറിയാം. കിച്ചൺ ചെയ്യാനുണ്ട്, കൂടാതെ ഒരു ഫുൾ വീട് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ പുറകെ വരുന്നുണ്ട്.
അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ തീർച്ചയായിട്ടും ഇടുക. മറ്റൊരു മികച്ച വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇന്റീരിയർ.